തന്നു. ഈണം ചേർത്തു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു. ഈ രാവിൽ നീ എന്നെ തൊട്ടു തൊട്ടുണർത്തി. നിന്നങ്കുലികൾ ആഴിക്കും ഞാനൊരു ചിത്രവിഭഞ്ജികയാ. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഈണം ചേർത്തു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു. അതെ, ഞാൻ നിന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇന്നറിയാതെ തയ്ച്ചു പോയതാ. സ്വപ്നം കാണാൻ പറ്റിയൊരു സമയം. നീ കളിയാക്കിക്കോ. ദേ ഇങ്ങോട്ട് നോക്കിയേ, സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാനിങ്ങനെ നിന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊടുക്കും. നിനക്കറിയോ, നിന്നെ ഓർത്ത് ഞാൻ എത്ര ദിവസം ഉറങ്ങാതെ കിടന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഉറങ്ങാത്ത ചേട്ടൻ ഇങ്ങനെ സ്വപ്നം കാണുന്ന കോമഡി പറഞ്ഞ ഏക്കാത്തൊരു സാധനം. ചേട്ടൻ ഇങ്ങനെ സ്വപ്നം കൊണ്ടുകൊണ്ട് നിന്നു. ഞാൻ ഈ ചുരിദാറിന്റെ പീസ് ഒന്ന് കട്ട് ചെയ്യട്ടെ. മോളി, നീ ചുരിദാറിൻ്റെ പീസ് കട്ട് ചെയ്തു, പക്ഷേ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പീസ് പോലും നീ കട്ട് ചെയ്യൽ എൻ്റെ ചക്കരേ. യോ, ആ നൈറ്റിയുടെ പീസ് അവിടെ വെച്ചു. എടി, അവർക്ക് ഇന്ന് തന്നെ ആ നൈറ്റി തയ്ച്ചു കൊടുക്കണം പറഞ്ഞ ബഹളമല്ലേ? ചേട്ടൻ കഴിച്ചു കൊടുത്തൂടെ? എടി, എനിക്കറിയാമെങ്കിൽ പിന്നെ നിന്നെ ഞാൻ അവിടെ പിടിച്ചിരുത്തുവോ? നിനക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ ബ്ലൗസ് അയച്ചു, അവസാനം ഗ്ലൗസ് ആയെന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെ ചീത്തയാണെന്ന് പറഞ്ഞു. ദേ ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ ചക്കര ഒന്ന് തയ്ച്ചു തരണം. ഇന്ന് തന്നെ കൊടുക്കണ്ട. മോളി, ഞാൻ എടുത്തു തരാം കേട്ടോ. ഓ, മര്യാദയ്ക്ക് സൂചി നൂലും കോർക്കാൻ പോലും അറിഞ്ഞൂടാ, പ്രേമിക്കാൻ നടക്കുന്നത്. ഇവിടെ ആരുമില്ലേ? ആൾക്കാരില്ലാത്ത തയ്യൽക്കടയോ? പിന്നെ വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ അപ്പൊ എനിക്ക് എൻ്റെ പാൻസും ഷർട്ടും തയ്ക്കണം. തയ്ക്കാനല്ലേ കട തുറന്നു വെച്ചിരിക്കുന്നത്? കൊച്ചാണോ തയ്ക്കണേ? ആ, ഞാൻ തന്നെയാ. ഓ, അളവ് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എന്റെ ശരീരം മുഴുവൻ അളവ് കിടക്കുമല്ലേ, അങ്ങ് അളന്നെടുത്തോ. ഓ, അളവ് എടുത്തിട്ട് വേണോ? പിന്നെ അല്ലാതെ. ശരി, കൂടി നീക്ക്. എന്താടോ ഏതാണ്ട് പോലെ. ഓ, ഒന്ന് മര്യാദക്ക് നിൽക്കൂ, അളവെടുക്കട്ടെ. ഒന്ന് അടങ്ങി നിക്കടോ. അയ്യോ, എന്നെ കല്യാണം കഴിക്കാൻ പോവാണോ? ഒന്നും മിണ്ടാണ്ടിരിക്കടോ, അളവെടുക്കട്ടെ. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഇതെന്നടാ പുന്നപ്പുറ വയലാർ സ്മാരകം? ഈ അളവെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അളവ് തെറ്റിച്ച് കയറി വന്നത് താനാരാ? ഓണറാ. ആ ശരി, കല്യാണം കഴിച്ച ഓണറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ, കല്യാണം കഴിച്ച ഓണറൊന്നും അല്ല, ഞാൻ ഈ കടയുടെ ഓണറാണ്. അയ്യോ, കടയുടെ ഓണറാണ്. പിന്നെ പേരെന്നാ? വേണു. ആ, അയ്യോ തോല്ലി കേട്ടോ പേരൊക്കെ. നമ്മുടെ പേരെന്താണ്? കേശവൻ. അത് ശരി, പേര് ചോദിക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെയാണോ പറയണേ? വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ? അല്ല, പിന്നെ നീ കേൾസവൻ പറഞ്ഞു. കേശവൻ എന്നല്ല, കേശവൻ. ഓ, കേശവൻ. കേൾക്കുമില്ല. അത് ശരി. ആട്ടെ, എന്താ വന്ന കാര്യം എന്താണ്? വല്ല തയ്ച്ച മേടിക്കാൻ വന്നാണോ? അല്ല, പാൻറ്റും ഷർട്ടും തയ്ക്കാണ്ട് വന്ന. ഓ, അത് ശരി. എന്നിട്ട് അളവൊക്കെ എടുത്തല്ലോ അല്ലേ? അളവൊക്കെ എടുത്തിട്ടുണ്ട്. അളവൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തുണി എവിടെ കൊടുത്തിട്ടുണ്ടോ? അത് തുണി എടുത്തിട്ടില്ല. തുണി എടുത്തിട്ടില്ലേ? അതെ, തുണി എടുത്തിട്ടുണ്ട്, ഞാൻ തുണി എടുത്തിട്ടില്ല. തുണി എടുക്കാമെന്ന് അളവെടുത്തപ്പോ എന്നെ രസാന്നറിയോ? അത് ശരി. തുണി എടുക്കാതെ വന്നിട്ട് അളവൊക്കെ എടുത്ത് നോക്കുകയാണല്ലേ? ഇനി നീ തുണി എടുക്കാൻ അളവെടുക്കാൻ വരുമോ? ഇല്ല, വരത്തില്ല. വരുമോ? ഞാൻ എടുത്തോണ്ട് വന്നേക്കാം. എടുത്തോണ്ട് പണം വൃത്തിയാണോ? അയ്യേ, ചുമ്മാ പാൻ്റൊക്കെ ഇട്ട് ഇൻസെർട്ട് ചെയ്ത് വന്നിരിക്കുക. നിക്കറ് പോലും ഇടാത്തവൻ ഇഷ്ടം. എടീ, ഇങ്ങനെ പലരും ഇവിടെ അളവെടുക്കാൻ വരും കേട്ടോ. നീ അവരെ ഒന്നും കാണിച്ച് ചിരിച്ചും കാണിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. രാവിലെ തൊട്ട് തുടങ്ങി തയ്ക്കേണ്ട സാധനങ്ങളൊക്കെ എവിടെയാണ്? പ്രളയം. പ്രളയോ? മറ്റേ പ്രളയ പിന്നെ അപൂർവ അല്ലേ? അത് പറ, മനസ്സിലായില്ലേ? മറ്റേ ജമ്മു കാശ്മീരിൽ അന്ന് പ്രളയത്തിലേക്ക് പോയി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട അപൂർവ ബോസ് അല്ലേ? ഇത് പ്രളയത്തിൽ ഇല്ലാത്ത കുട്ടി അറിയാലോ നിനക്ക്. സീരിയലിലൊക്കെ ഉള്ള ഗൗരി, നീ എപ്പോഴും പറയാറില്ലേ?
ഗൗരിയെ ഭയങ്കര ഇഷ്ടം അവൾക്ക്. അല്ല എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത് എന്താണ്? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്താണോ അപ്പൊ shooting? അപ്പൊ എനിക്കൊരു ചുരിദാർ തയ്പ്പിക്കാൻ. അത് പിന്നെ പറഞ്ഞാൽ പോരെ, നമുക്ക് എന്ത് വേണം, പല തരത്തിലുള്ള പാറ്റേണുകളുണ്ട്. അനാർക്കലി തയ്ക്കില്ലേ? എന്തോ അനാർക്കലി. അയ്യോ ആ കൊച്ചു വന്നിട്ടില്ലല്ലോ ഇവിടെ. അതല്ല പാറ്റേണിന്റെ പേര്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അനാർക്കലി എന്ന് പറയുന്നത് ആരുടെങ്കിലും. അല്ലല്ല, ലേറ്റസ്റ്റ് പാറ്റേൺ ആണ്. ഓ ലേറ്റ് അതുണ്ടല്ലോ, പലതരം പാറ്റേൺ ഉണ്ട്. പാഞ്ചാലി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ നമ്മളിതുവരെ കേട്ടിട്ടില്ല. അയ്യോ ഭയങ്കര, അതൊക്കെ വലിച്ചാലും വലിച്ചാൽ തീരാത്തൊരു സാരി. അങ്ങനെ പല പല പാറ്റേണുകളുണ്ട് ഇവിടെ. ഇരിക്കിരിക്കും അതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാം. ഇത് എങ്ങനെയാണ് ഈ ജമ്മു കാശ്മീരിലേക്ക് പോയി ഇതിന് പ്രളയത്തിനകത്തൊക്കെ പെട്ടത്? ഇത് ഞാൻ ട്രെക്കിംഗ് അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അതിനുവേണ്ടി പോയതാണ് ട്രെക്കിങ്ങിന്. അല്ല എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ട് വന്നത്? നമ്മൾ 3 ദിവസം ഫ്ലഡ്സിൽ സ്റ്റക്കായിരുന്നു. പിന്നെ രക്ഷപ്പെടുത്തിയത് ആർമി ഹെലികോപ്റ്റർ എയർലിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു റോപ്പ് ഇടും, കയറിൽ പിടിച്ചിട്ട് നമ്മൾ കയറും. നീ എന്താ ഈ കസരയുടെ മേളിലൊക്കെ ഒരു ചായ ഓർഡർ ചെയ്യുന്നത്? അതെ, ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ലാലേട്ടൻ ഈ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ആൾക്കാരും മരത്തിന്റെ മേളിൽ കയറി ചായ കുടിക്കുന്നത്. എന്താ സംഭവം എന്താ? എനിക്ക് മനസ്സിലായില്ല. സ്കൂളിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായി, ടാബ്ലോ. അയ്യോ, സ്കൂളിലെ കോമ്പറ്റീഷൻ ഒക്കെ അവിടെ അല്ലേ പോകേണ്ടത്, ഇവിടെയാണോ വരേണ്ടത്? നിശ്ചല ദൃശ്യം. അതിനൊരു കോസ്റ്റ്യൂം തയ്ക്കാനായിരുന്നു കൊച്ചിന്. ഓ, നിശ്ചല ദർശനം ടാബ്ലോ അല്ലേ? ഓക്കെ, അത് അയച്ചുതരാം. അത് അച്ഛനോ? അച്ചു എന്ന പേരും അച്ഛന്റെ സൗണ്ട്. എവിടെയാടാ നീ എവിടെയായത്? ഇവിടെ ഉണ്ടോ? ഓക്കെ മോനെ, ചക്കരേ എന്താ ഇപ്പൊ കളിക്കാൻ കൊടുക്കുന്നത്? ഈ പേപ്പർ വെച്ച് പിന്നെ കപ്പൽ ഉണ്ടാക്കി തരാം കേട്ടോ. ഭയങ്കര വികൃതിയാണ് ഇവൻ. അത് ശരി, എന്താണ് നീ ഭയങ്കര വികൃതിയാണോ ക്ലാസ്സിലൊക്കെ? അത് മോശമല്ല എന്റെ പൊന്നു മോനെ. ടീച്ചറിനെ കയറി എടി പൊടി എന്നൊക്കെ വിളിക്കാവോ? കഴിഞ്ഞ ദിവസം ചെയ്ത് കേൾക്കണം, സ്കൂളിൽ ഒരു തവളേനെയും പിടിച്ചോണ്ട് പോയേക്കണം. ഈ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കും, നീ അവിടെ കൊണ്ട് ഈ തവളയും കൊണ്ടൊക്കെ പോകുന്നത് മോശമല്ലേ? നീ ഒരു രസം. അച്ഛനെ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞ ടീച്ചർ. എന്നിട്ട് പിറ്റേ ദിവസം 2 തവളേനെ പിടിച്ചോണ്ട് പോയി. അതെന്തിനാണ് 2 തവള പിടിച്ചോണ്ട് പോയി? ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു തവളേനെ കൊണ്ടുപോയി. അപ്പൊ ടീച്ചർ പറഞ്ഞു അച്ഛനെ വിളിച്ചുകൊണ്ടുവരാൻ. അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആ തവളയുടെ അച്ഛനെ പിടിച്ചു കൊണ്ടുവന്നു. എന്താടാ നീ ചുമ്മാ 22 ഒക്കെ കാണിച്ചിട്ട്? ഇന്ന് ക്ലാസ്സിലും പോയിട്ടില്ല, അവധിയാന്ന് പറയണത്. എന്താ അറിയില്ല. ഇന്നെന്താടാ അവധി ക്ലാസ്സില്? ഫാൻ വീണേ. ഫാൻ വീണെന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ എങ്ങനെയാണ് അവധി കിട്ടുന്നത്? നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? എന്റെ കണക്ക് മാഷ തലയിലാ ഫാൻ വീണേ. അതെ ശരി, അളവെടുക്കണം. ടാബ്ലോ ചെയ്യണ്ടല്ലേ? അളവെടുക്കുന്ന ഇവിടെ വന്ന് നിൽക്കുവാ. ഇങ്ങോട്ട് അളവെടുക്കട്ടെ. മിമിക്രി കാണിക്കൂ. ചെറുതായിട്ടൊക്കെ. ഇത് കൊള്ളാം, ഇത് നല്ല രസമുണ്ടല്ലോ. ടാബ്ലോക്കാർ ഇഷ്ടം മിമിക്രിയാണോ? മോനൊരു കാര്യം ചെയ്യും, ടാബ്ലോ ഒക്കെ ചേട്ടൻ അതിന്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരാം. എടാ മോനെ, ഇതറിയാമല്ലോ, നമ്മൾ 2 ചേച്ചിമാർക്ക് മിമിക്രി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഏത് മിമിക്രിയാ ചെയ്യുന്നത് സാധാരണ? ഫിലോമിന ചേച്ചി. കേട്ടോ, നിങ്ങൾക്ക് സമയം കളയണ്ട. കൊള്ളാലോ ആള്. ഈ ഭൂലോകത്ത് ആർക്കും ആവില്ല. എന്താ കാരണം? കുമാരനെ എന്നെ ചാളമേരി. ഓ അത് ശരി, ചാളമേരി ഒന്ന് കാണട്ടെ. ചാളമേരിയോട് കളിക്കല്ലേ. എടാ മത്തി, നിന്നോടാണ്. ചാളമേരിയോട് കളിക്കല്ലേ. അത് ശരി, മിമിക്രിക്ക് ഒരുപാട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ മിമിക്രിക്കൊക്കെ വിട്ടാ പോരെ? ടാബ്ലോ വേണം, അളവെടുക്ക് മോനെ. ഇവിടെ നിക്കടാ. ഞാൻ അളവെടുക്കട്ടെ. നിന്റെ ഇവനെ കൊണ്ട് നടക്കുന്നില്ല. നീ പോകാതെ ഇവനെ കൊണ്ട് വലിയ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാ. നല്ല അടി അടിക്കൂട്ടെ. ചേട്ടനൊന്ന് പേടിപ്പിച്ചാ മതി. ഇവനെ പേടിപ്പിക്കണം. നീ അവിടെ നിൽക്കുക, മര്യാദക്ക് നില്ല. അടിച്ചിട്ടുണ്ടല്ലോ. മോനെ ഞാൻ പറയട്ടെടാ,
ഞാൻ എന്നാ ഗ്ലാസ് വെച്ചു ഗ്ലാസ്. ചേട്ടാ, ഞാനത് പേടിപ്പിക്കാനല്ലേ പറഞ്ഞത്? കൊച്ചിനെ ഇത്ര കരയിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? എന്താ ഈ കാണിച്ചെന്റെ മോൻ കിടന്ന് കരയണ കാണാൻ പാടില്ലേ? മോനെ ചക്കരല്ലടാ വാവു. അയ്യോ ശ്ശോ, അച്ചൂടാ. മോനെ അടുത്ത് കളയടാ. അയ്യോ ചേട്ടന്റെ ഡാൻസ് കളിക്കാൻ തത്തരത്തിത്താരോ തത്തിരത്തിത്താരോ. അയ്യോ എന്റെ ദൈവമേടാ ഇത് അച്ചോ, കരയല്ലേ? നമ്മുടെ മോനിക്ക് വന്നേ, കരയല്ലേ? ഇതൊന്ന് പറയാൻ കത്രിക എടുത്തല്ല പൊന്നു. അതൊക്കെ അവിടെ വെക്ക്, വാ. വാ, മോനല്ലേ, മോൻ കരയല്ലേ? വാ. കരയല്ലേ? ഇവിടെ നിക്ക്, പോട്ടെ ദേ. ശ്ശോ, പോട്ടെ, കരയല്ലേ? മോനെ ചേച്ചിയുടെ ചേച്ചി ചാക്കര പറയണേ. മുതണ്ടല്ലേ, ഐസ്ക്രീം മേടിച്ചു തരാൻ കരയല്ലേ. കേട്ടാ ചെല്ല. അയ്യോ എന്റെ പൊന്നടിയ പേപ്പർ മേലെ ആ കത്രിക എടുത്ത് മാറ്റി വെക്ക്. വന്നപ്പോ തൊലിവൻ കേട്ടോ ഐസ്ക്രീം മേടിച്ചു കേട്ടോ. പിച്ചക്കാരന്റെ കോസ്റ്റ്യൂമാണേ. അതെന്നാ പിന്നെ ഭർത്താവിനെ കൊണ്ട് ആ അതെ ശരി അതാണല്ലേ. മോനെ മെടുക്കാനായിട്ട് ചെയ്യണം കേട്ടോ. ചേട്ടൻ എന്തായാലും ഒക്കെ തയ്പ്പിച്ചോണ്ട് വരാടെ വെച്ച് കേട്ടോ. ചുച്ചൊരു ഉമ്മ കേട്ടോ. ശരി എന്നാ പോട്ടെ. ശരി പോണം കേട്ടോ. പിള്ളേരെ ഈ ഇതുപോലൊരു പഠിച്ച പയ്യനില്ല. എന്ത് ചേച്ചി മൊബൈൽ നമ്പർ തരായിരുന്നെങ്കിലേ രാത്രി നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യായിരുന്നു. വേണ്ട പറ്റില്ല. ഓക്കെ ശരി കുഴപ്പമില്ല, പ്രശ്നമില്ല. ഞാൻ വെറുതെ പറഞ്ഞോളൂ. മുട്ടേന്ന് വിരിഞ്ഞിട്ടുള്ള അതാണ്. ഏതായാലും നിങ്ങളെയൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് മലയാള സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരോട് വലിയ ആരാധനയൊക്കെ തോന്നാറില്ലേ? ഇല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ്? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? മമ്മൂട്ടി മോഹൻലാലും. ഓഫ് കോഴ്സ് മമ്മൂട്ടി മോഹൻലാൽ. അതിപ്പോൾ എല്ലാവരും പറയുന്ന അല്ലേ? എല്ലാവരും പറയുന്നല്ല. ഇപ്പോൾ ആരോട് ചോദിച്ചാലും പറയും ഞങ്ങൾക്ക് ഇഷ്ടം മമ്മൂട്ടിയും മോഹൻലാലിനാണ്. ആരെങ്കിലും ഒരാളോട് ഇഷ്ടമില്ലാതിരിക്കില്ല. അതിലാരെയാണ് ഏറ്റവും കൂടുതൽ? എനിക്ക് മോഹൻലാലിനാണ്. മമ്മൂട്ടി മോഹൻലാലാണ്. ഒരാൾക്ക് മോഹൻലാലും ഒരാൾക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്. എന്താണ് ഈ മോഹൻലാലിനെ അത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ പ്രിൻസ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. മമ്മൂക്ക മലയാള സിനിമയുടെ ദ കിങ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ബാലേട്ടനല്ലേ? മമ്മൂക്ക നമ്മുടെ എല്ലാം വലിയേട്ടനല്ലേ? ബാലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും രാവണ പ്രഭുവാണ്. മമ്മൂക്ക അങ്ങനെയാണെങ്കിൽ രാക്ഷസ രാജാവാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ലാലേട്ടൻ സ്ഫടികല്ലേ? മമ്മൂക്ക വജ്രാണ്, വജ്രം. ലാലേട്ടൻ ഭ്രമരാണ്, ഭ്രമരം. മമ്മൂക്ക അമരാണ്, അമരം. മലയാള സിനിമയുടെ ദൃശ്യം ആരാണ്? മലയാള സിനിമയുടെ കാഴ്ച ആരാണ്? ലാലേട്ടനല്ലേ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ടർ? ചേട്ടാ പറയുന്നത് മമ്മൂക്കയല്ലേ? ചേട്ടൻ പറ ആരാ ചേട്ടന്റെ വലിയ ആക്ടർ ഏതാ? പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ തൊഴിൽ വെച്ചിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ഇഷ്ടതാരം എന്ന് പറഞ്ഞാൽ ജയൻ സാറാണ്. ഷർട്ടും കോളറും ഒക്കെ ഒരുപാട് തയ്ച്ച് ഞങ്ങളുടെ തയ്യക്കടക്കാരെ രക്ഷപ്പെടുത്തിയ ഒരു മഹാനടനാണ് ജയൻ സാർ. നിങ്ങളുടെ ഈ വഴക്കൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മമ്മൂക്ക ലാലേട്ടനും ഒന്നിച്ച് അഭിനയിച്ചൊരു പടമുണ്ട്, നല്ലൊരു പാട്ടൊക്കെ പാടി ഒരു സിനിമയുണ്ട്. ഏതാ സിനിമ? ഹരികൃഷ്ണൻസ്. ആ സിനിമയിലെ പാട്ട് നിങ്ങൾക്കൊന്ന് അഭിനയിച്ച് കാണിക്കാമോ? ഞങ്ങൾ റെഡിയാണ്, പക്ഷെ ജൂഹി ചൗളനെ ആര് റെഡിയാക്കും? വിളിച്ചായിരുന്നോ? അപ്പൊ ജൂഹി ചൗള അത് ഞാൻ റെഡി ആയിക്കോളാം. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകാൽ എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. ഇതിവിടെ കയ്യൊന്നും ഇവിടെ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ? ആരാ? എടി ഇതിലൊന്ന് ഇടപെടേ. ചുമ്മാ അവളെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? നീ ഒന്ന് ഇടപെടേ. തന്നെ വരുത്തി വെച്ചല്ലേ അനുഭവിച്ചു. എന്റെ പൊന്നു, ഇപ്പൊ തുണി വലിച്ചു കീറുന്ന പോലെ ഞാൻ കീറിയാനല്ലോ. ആരാ നല്ലത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, മമ്മൂട്ടി മോഹൻലാലും രണ്ട് സൂപ്പർ സ്റ്റാറും നല്ലവരാണ്. പോരെ? നിങ്ങളുടെ പണക്കം തീർന്നല്ലോ. ഏതായാലും നിങ്ങൾ രണ്ടുപേരും അസലായിട്ട് അഭിനയിച്ച് കാണിച്ചു കേട്ടോ. കറക്റ്റായിട്ട് മോഹൻലാലും കറക്റ്റായിട്ട് മമ്മൂട്ടി. കൊള്ളാം, ഇരിക്കൂ. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡ്രസ്സ് തയ്ച്ചു തരാം. എടി അനാർക്കലി മോഡൽ മറക്കരുത്.
ഇതെന്താ പീക്കയാ? അതേടാ PK പരമ കഷ്ടം. അയ്യേ ശ്ശേ. ഇവിടുന്ന് പാന്റ് ഷർട്ട് തയ്പ്പിച്ചുകൊണ്ട് ഒരു കഥ വാങ്ങിനാ മോനെ. ഇവിടുന്ന് പാന്റ് ഷർട്ട് ഞാനാണല്ലോ തയ്ച്ചു തന്നത്. അതെ നിന്നെ കാണാൻ തന്നെ വന്നത്. ഇവിടെ പാന്റ് ഷർട്ടും തയ്ച്ചാൽ അത് ഇട്ടോണ്ട് താൻ വരണ്ട. ഇങ്ങനെ ഈ നിക്കർ ഇട്ട അയ്യേ നിക്കറൊക്കെ ഇടാതെ. ഇവരൊക്കെ തയ്പ്പിക്കാൻ വന്നതാ. മക്കളെ ഇവിടുന്ന് തയ്പ്പിക്കല്ലേ കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു പാന്റ് ഷർട്ട് തയ്പ്പിച്ച് പോയതാ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ബസ് കയറി ഇരുന്നതും കുറച്ച് കഴിഞ്ഞപ്പോ ഷർട്ടിന്റെ ബട്ടൺ അങ്ങ് പോയി. അയച്ചീല് വെച്ച് പാന്റ് മാത്രം ഇട്ടുന്നത്. അപ്പൊ പാന്റിന്റെ ഹുക്ക് പോയി, സിബും പോയി, ഊരിപ്പോയി. ഇതിൽ എടുത്തിട്ടു. അപ്പൊ ആൾക്കാർ വേഗം വിളിക്കാം സെലിബ്രിറ്റീസ് ആണ്, മലയാള സിനിമയിലെ താരങ്ങളാണ്. അവരുടെ മുമ്പിൽ വെച്ചിട്ട് പണി കളയല്ലേ. ഭയങ്കര പുച്ഛാണല്ലേ ഇവർക്ക് അല്ലേ? അല്ല അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പുച്ഛം ഇല്ലാതിരിക്കുന്നത്? അമേരിക്കൻ ഇങ്ങനെ വന്നപ്പോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കോടികൾ മുടക്കിയിട്ട് എല്ലാം പോയിട്ട് കണ്ടു. നമ്മളിങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾക്ക് പുച്ഛം. അല്ല അത് അമീർ ഖാന്റെ PK കാണാനല്ലേ ആൾക്കാർ പോയത്. നിങ്ങളുടെ PK ഒരു കുഴപ്പമില്ല. നിങ്ങൾ അകത്ത് പോയി തുണി എടുത്തേ അപ്പോൾ അങ്ങോട്ട് നിന്നിട്ട് അത് തയ്ച്ചു തരും. അത് തയ്ച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേ അല്ലേ? എങ്ങോട്ട് എവിടെ നീ വരുന്നത്? ഡ്രസ് തയ്ക്കാൻ ഇവിടെ വരുമോ? അയ്യോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന UK അല്ല, അപ്പർ കുട്ടനാടാ. കുട്ടനാട്ടുകാരനാ. UK എന്നാ പറഞ്ഞല്ലേ. അവിടെ ചെന്നിട്ട് ഡ്രസ്സ് തയ്ച്ചു കൊടുച്ചല്ലേ. അവിടെ ഉണ്ട് പാന്റ് ഷർട്ടൊക്കെ തയ്ച്ചു. അതെ അങ്ങോട്ട് ചെല്ലേ. സോറി കേട്ടോ. ഇങ്ങനെ ഇടോ അവിടെ അല്ല, അകത്ത് പോടും. അകത്ത് പോയി പാന്റ് ഷർട്ടൊക്കെ തയ്ച്ചത്. ചുമ്മാ PK എന്നും പറഞ്ഞ ആൾക്കാർ അമീർ ഖാനൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കും. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ അതുപോലെ കിടക്കുകയാണ്. ഈ ഫാഷൻ തരംഗത്തെ പറ്റി ഇപ്പോൾ ഈ ഇതുപോലെ ഫാഷൻ തരംഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫാഷൻ തരംഗം വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി. എന്താ ചെറിയൊരു മാറ്റം. അത് കുളിക്കാത്തോണ്ടാ. നാട്ടമല്ല പിന്നെ മാറ്റം. മാറ്റം ചെവി കഴിക്കല്ലേ? ഇവിടെ ചെവി കേൾക്കുന്നല്ല. എന്താ തയ്ക്കാൻ വന്ന ഇവിടെ? ഞാനൊരു മുണ്ട് തയ്ക്കാണ്ട് വന്ന. ഇവിടെ മുണ്ട് തയ്ക്കല്ല, മുണ്ട് മേടിക്കല്ലേ. അല്ല മുണ്ട് തയ്ച്ചോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ശരി. അതെ ഞാൻ പാന്റ് ഷർട്ടും മാറ്റി പൈജാമ കൂർത്തെ ആക്കിയാലോ എന്ന സംശയം. ശരി ഇച്ചിരി മാറി നിന്നു. അവിടെ കൂർത്ത സൂചി ഇരിപ്പുണ്ട്. ഇപ്പൊ മെഷീനെ കൂട്ടി വെച്ചാൽ തയ്ച്ചാനെ ഇവിടുന്ന് പോകാൻ പറ്റാതെ വന്നേനെ. പറഞ്ഞുള്ള പരിപാടിയൊക്കെ നമുക്കുണ്ട്. മോളി ഒന്ന് അളവെടുത്തല്ലേ പൈജാമയും കൊടുത്തത്. ഒരു കസ്റ്റമർ ആയിട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ കൂർത്തെന്ന് പറഞ്ഞ കൂർത്തനായി പോയതാണ്. എന്താണ് വല്ല വായിന്റെ അസുഖം വല്ലതും ഉണ്ടോ? അതല്ല ഈ രോമാഞ്ചേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. രോമ എഴുന്നേറ്റ് കൈയടിക്കണോ? നന്നായി. അതിനിടയ്ക്ക് ഞാൻ തല വെച്ചോളാം കേട്ടോ. എന്താണ് ഇത്? ഇന്നും കല്യാണം കഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും. ഇവന്റെ പറച്ചിലൊക്കെ ഇവന്റെ അളവെടുപ്പൊക്കെ എനിക്ക് മൊത്തം തീർന്നില്ല. എന്തോ അളവെടുത്ത് ഇവിടെ തീർക്കാനുണ്ടല്ലോ. ഇത്രയൊക്കെ അളവെടുത്താൽ മതി. ബാക്കി നിന്റെ പഴയ അളവ് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ തയ്പ്പിച്ചോളാം. അതായത് കുർത്ത ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ തയ്പ്പിച്ചോളാം. എവിടെ തുണി എന്തി? നീ കൊണ്ടുവന്ന് തുണി എന്തി? അയ്യോ അതേപോലെ തുണി കൊണ്ടുവന്നില്ല, അളവെടുക്കാനേ വന്നോളൂ. മണ്ടൻ. കഴിഞ്ഞ പ്രാവശ്യം നീ ഇതുപോലെ തുണി എടുക്കാതെ എപ്പോഴും ഇങ്ങനെ അങ്ങ് വരില്ല. ഇനിയിപ്പോ നീ അങ്ങനെ വരണ്ട കേട്ടോ. തുണി എടുത്തോ കേട്ടോ. ഞാൻ ബാക്കി എടുത്ത് വെച്ചോളാം. അപ്പോ പിന്നെ നിങ്ങൾ ഈ സിനിമയിലൊക്കെ ഈ പാടി അഭിനയിക്കുന്നുണ്ടല്ലോ, ഒരു പാട്ട് ഇട്ട് തന്നാല് അപ്പൊ അതെങ്ങനെ നിങ്ങൾ ലിപ്പ് പിടിച്ച് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാമോ? പണ്ട് ഞാൻ ഇതേ ഡാൻസ് ഞാൻ ഒരു സ്ഥലത്ത് കളിച്ചു. നമ്മുടെ ഒരു വാർഷികത്തിന് ഞാൻ ഈ ഡാൻസ് ഞാൻ കളിച്ചോണ്ടിരിക്കും. നിബുട എന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുത്തരുടെ ഫ്രണ്ടിൽ നീ പോടാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കളിച്ചില്ല, ഞാനൊക്കെ നിർത്തി. നമ്മുടെ ഇവിടെ കളിക്കാത്തത്
വികാര നൗകയുമാ എന്താ സംഭവം? അതെ ആ തുണി കൊണ്ടൊന്നില്ല, തുണി കൊണ്ടൊന്നില്ല. മൊത്തത്തിലൊന്ന് അറിയാലോ എന്നൊരു സംശയം. മൊത്തത്തിൽ നിന്ന് മാറിയാലോ എന്നൊരു സംശയം. അതെന്തായാലും നല്ലതാണ്. ആൾക്കാർ മൊത്തത്തിൽ നിന്ന് മാറുന്നതൊക്കെ നല്ലതാണ്. ആകാശവാണി തയ്ച്ചാലോ? ആകാശവാണി ആകാശവാണി അല്ല ഷെർവാണി. അത് അങ്ങ് തയ്ച്ചാലോ? ഷെർവാണി തയ്ക്കണല്ലോ. അതിനെന്താ കുഴപ്പമില്ല. മോളി ഒന്നളവ് എടുക്കണം. നിന്നോളൂ, റെഡി ആയിക്കോളൂ. മോളിയേ നിന്റെ നേരത്തെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. അതാ കൊച്ചെടുക്കിയല്ലോ അളവ്. കൊച്ചല്ലേ ഇനിയിപ്പോ ഞാൻ എടുക്കുന്നത്. നിന്റെ അളവൊക്കെ അളവ് ഞാൻ പറഞ്ഞു തന്നേനെ. ഇതിന്റെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. മറ്റൊരു സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സൗണ്ട് ഇല്ല ഇല്ല ഇല്ല. അതെ, ഈ പാൻറ് തയ്ക്കുന്നതിന് എത്രയാ ചാർജ്? പാൻറ് തയ്ക്കുന്നതിന് ഇവിടെ 600 രൂപയാവും. 600 രൂപയാവും. അപ്പൊ നിക്കറ് തയ്ക്കണോ? നിക്കറ് തയ്ക്കാൻ 200 രൂപ. എന്നാ ഒരു കാര്യം ചെയ്യോ, ഈ നിക്കറിന്റെ അളവെടുത്താൽ മതി. നിക്കറിന്റെ അളവെടുത്താൽ മതി. നിക്കർ വെച്ചാൽ മതി. അത് മതി. എന്നാ പിന്നെ അത് മതി. നിക്കറിനാകുമ്പോ 200 രൂപ. ഇത്ര മതിയല്ലോ അല്ലേ? ഇച്ചിരോടെ ഇറങ്ങിക്കോട്ടെ. ഇച്ചിരോടെ ഇറങ്ങിക്കോട്ടെ. സ്വല്പം കൂടെ. സ്വല്പം 3/4 ഒക്കെ ആയിട്ട്. ഇച്ചിരോടെ ഇറങ്ങിക്കോട്ടെ. ഇച്ചിരോടെ ഇറങ്ങിക്കോട്ടെ. ഇറക്കം നിന്നോട്ടെ. അതുപോലെ ഇച്ചിരി അങ്ങ് പോട്ടെ. ഇച്ചിരി അങ്ങ് പോട്ടെ. ഇവിടെ ഇത്ര നീളത്തിന് ഒരു നിക്കറങ്ങ് കഴിച്ചാലാവും. എത്ര രൂപയാവും? എടാ അതിനോട് പാൻറ്റെന്നാ പറയാം. നമ്മൾ നിക്കർ തയ്ക്കാൻ വന്നിരിക്കുന്നത്. അല്ല നഖ വെട്ടിയില്ല. മേലെ ഓരോ സംഭവങ്ങൾ. ഭയങ്കര 18, 35. ഇതെന്തിനാ ഈ അളവ്? ഞാനേ ശവപ്പെട്ടിയുടെ അളവ് എടുത്തതാണ്. ഇനി മേലെ നീ അളവിന്റെ കാര്യം പറഞ്ഞ് ഇവിടെങ്ങാനും വന്നാൽ ഈ ശവപ്പെട്ടിക്കകത്തായിരിക്കും നിന്നെ ഞാൻ കയറ്റി വയ്ക്കുന്നത്. പോടാ. നിങ്ങളിപ്പം എല്ലാം റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അതോ ആരെങ്കിലും കല്യാണം കഴിക്കാൻ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്തായാലും ഇല്ല. അതെന്തായാലും സാധാരണ സിനിമാടികളൊക്കെ പറയുന്നത്. അപൂർവ പ്രത്യേകിച്ച് സിനിമാ നടി ആയതുകൊണ്ട് ഒരുപാട് പ്രേമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ ഇത് ആരുടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് പറയാണ്, എനിക്ക് ഒരു പ്രണയമുണ്ട്. എന്നാൽ ആരാണ് പ്രണയിക്കുന്നത്? ഈ പറയുന്നത് പോലെ തുറന്നു പറയാൻ ഇപ്പൊ പറയാനുള്ള അവസരം അങ്ങനെയാണെങ്കിൽ ശരി, എനിക്ക് ചേട്ടനെ തന്നെ ഇഷ്ടം. എന്നെയോ? അതെ. എന്നെ എത്ര ഇഷ്ടമാണോ? നമ്മൾ ഇത്ര നേരം കുറെ സംസാരിച്ചു. എന്നെ എന്താടി ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണം? എന്താണ് ഇഷ്ടമാണെന്നൊക്കെ പെട്ടെന്ന് വന്ന് പറഞ്ഞ് ശരിയാവില്ല. നീ അവിടെ നിൽക്കുക. എനിക്കൊരു ജീവനം കിട്ടുന്ന മാർഗ്ഗമാണ്. ഇല്ല അതൊന്നും പ്രശ്നമില്ലല്ലേ. സാധാരണ നമ്മളിവിടെ തയ്ക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണല്ലോ. അപ്പൊ ഈ ഗ്ലാമറുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഓണറും കൂടെ ഒക്കെ ആകുമ്പോൾ ചില പെൺകുട്ടികൾ അങ്ങനെ മുതലാളിമാരൊക്കെ ഇറക്കി വീഴ്ത്താനുള്ള പരിപാടികൾ മിണ്ടരെ ഞാൻ മടിച്ച ഷേപ്പ് മാറ്റി ഒരു ജീവിതം ഉണ്ടാക്കുന്നതിനിടയിലാണ്. അപ്പൊ എന്നാണ് നമ്മുടെ മധുവിധു, എന്നാണ് കല്യാണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഇപ്പൊ എനിക്ക് ആ ചുരിദാർ ഒന്ന് കിട്ടിയാ കൊള്ളായിരുന്നു. ഞാൻ ആ ചുരിദാർ തയ്ച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പൈസ ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ മേടിച്ചോളാം. ചുരിദാർ കിട്ടും. ഞാൻ തീരുമാനിക്കും. നല്ല ഓക്കെ അടിപൊളിയായിട്ട് തയ്ച്ചു വെച്ച്. ഇതെന്ത് കട്ടത്? ചുരിദാറല്ലേ നന്നായിട്ട് ചുരിദാർ ഇങ്ങനെയാണ് തയ്ക്കണേ? ഒരു ചുരിദാർ പോലും തയ്ക്കാൻ പറ്റാത്ത തന്നെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത്. ഞാൻ എന്താ വിചാരിച്ചേ, എനിക്ക് തന്നെ അടുത്ത് പ്രേമാണെന്നോ? ഇഷ്ടമെന്ന് പിന്നെ പറഞ്ഞതോ? ഈ ചുരിദാർ ഒന്ന് നേരത്തെ കിട്ടാൻ വേണ്ടിട്ട് താൻ ബാജ് കടിച്ച് കൊന്നോണ്ട തന്നെ അടുത്ത് പറഞ്ഞത്. താൻ അവിടെ കൊണ്ടേ വെച്ചോ? താൻ ഇത് പുഴുങ്ങി തിന്നോട്ടെ. നമുക്ക് പോവാം. ബാ. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. കൈത പൂക്കണ കന്നി പാടത്ത് കാറ്റു മൂളണ നേരത്ത്. നീയും കത്രി എടുത്തു തുടങ്ങിയോ? ഞാനേ 22 ഫീമെയിലേ 4 വട്ടം കണ്ടിട്ടുണ്ട്. ചില്ലാണേ നിന്നുടൽ മിന്നണ ചില്ല്.